ജഗദീഷ് പറഞ്ഞൊരു കഥ, ഒരു പാരലൽ കോളേജ് പ്രിൻസിപ്പളും അയാളുടെ മകളും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും തമ്മിലുള്ള അതിലൊരു സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രണയവും കാര്യങ്ങളും ഒക്കെ ഹ്യൂമറായിട്ടാണ്. ശ്രീനിവാസനാണ് അത് നേരത്തെ പൊളിച്ചു മാറ്റിയിട്ട് ഈ ഗുസ്തിയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ നോവൽറ്റി ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു യൂഷ്വൽ പാരലൽ കോളേജ് കഥയായി മാറിയത്. ക്രിട്ടിക്കലി നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു, കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. ഫസ്റ്റ് ഡേ അത് റിലീസ് ചെയ്യുന്ന ദിവസം 2 വലിയ സിനിമകൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. ഭയങ്കര ഇനീഷ്യൽ പുള്ള് വരാൻ പോകുന്ന സിനിമകളാണ്. അതിൻ്റെ കൂടെയാണ് എൻ്റെ സിനിമ പോകുന്നത്. മറ്റേ 2 തിയേറ്ററുകളും ഭയങ്കര ക്യൂവും ആളും മഴയത്ത് കുടയൊക്കെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ തിയേറ്ററിൻ്റെ മുമ്പിൽ ആരുമില്ല. അവിടുത്തെ ക്യാൻറ്റീൻ പയ്യൻ്റെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെയുണ്ട് ഈ പടമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇതൊരു ഗുസ്തിപ്പടാം സാർ, അപ്പുറത്ത് പോകാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ എൻ്റെ പടത്തിന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റിവ്യൂ. ടി വിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കൊള്ളായിരുന്നല്ലോ എന്ന് പറയും. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴല്ല, അപ്പോഴും കാസറ്റൊക്കെ റിലീസ് ചെയ്യുന്നത് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓഡിയോ കാസറ്റ്, അല്ല വീഡിയോ കാസറ്റ് VHS ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ റിവ്യൂസ് വരും, ആൾക്കാർ വിളിക്കും, അയ്യോ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ പറയും.